ഇന്ത്യയുടെ DRDO ഏകദേശം 6 അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഏതാണ്ട് 20,000 കോടി രൂപയാണ് ഇതിന് ചെലവ്. നേത്ര MK2 എന്നാണ് ഈ അവാക്സ് പ്രോഗ്രാം അറിയപ്പെടുന്നത്. എന്താണ് ഇതിന്റെ ഉപയോഗം? പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ പുതിയ തലമുറയിൽപ്പെട്ട അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾക്ക് ശത്രുക്കളെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അതായത് സെൻസറുകൾ വഴിയാണ് ശത്രു വിമാനങ്ങളെ ദൂരെ നിന്നിവയ്ക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇതിലൂടെ ശത്രു വിമാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ വ്യോമസേനയ്ക്ക് സാധിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവാക്സ് വിമാനങ്ങളുടെ സഹായം വളരെ നിർണായകമായിരുന്നു. ആ ഒരു സേവനം വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ആകാശത്തിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചതുമായിട്ടുള്ള വിമാനമാണ് അവാക്സ് വിമാനം എന്ന് പറയുന്നത്. ശത്രു നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും ഇവ വളരെ പ്രധാനപ്പെട്ടവയാണ്. തദ്ദേശീയമായ അവാക്സ് സംവിധാനം വികസിപ്പിച്ചെടുക്കുക വഴി ഇന്ത്യ ഈ കാര്യത്തിലെ മുൻനിര രാഷ്ട്രങ്ങളുടെ നിരയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അതായത് ഏകദേശം 360 ഡിഗ്രി റഡാർ കവറേജ് അടക്കം സാധ്യമാക്കുന്ന വിധത്തിലാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച മിഷൻ കൺട്രോൾ സിസ്റ്റവും ആധുനിക ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാറുകളുമാണ് ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത്.